Good morning, all. Okay. ഇതില് കുറെ പേർക്ക് മിസ്സിനെ പരിചയമുണ്ടല്ലേ? മിസ്സിന്റെ സ്റ്റുഡൻസ് ഉണ്ട് കുറെ പേര്. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ട്? ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ. മിസ് 6th-ലോ 5th-ലോ ഒന്നും മിസ് എടുത്തിട്ടില്ല. സൂപ്പറാണ്. ഓക്കെ. എങ്ങനെയുണ്ട് നമ്മുടെ ഡിപ്ലോമയും? ഓക്കെ. ഡിപ്ലോമയും PG കൂടി എങ്ങനെയുണ്ട് ക്ലാസ് എടുത്ത്? ക്ലാസ് അല്ല, എങ്ങനെയുണ്ട് ടോപ്പിക്സുകൾ? ഡിപ്ലോമനെ അപേക്ഷിച്ച് എങ്ങനെയുണ്ടെന്ന് PG? സിമ്പിൾ ആണോ? നൈസ് ആണ്. ഓക്കെ. നമ്മുടെ ഡിപ്ലോമയുടെ കുറെ മിക്ക ചാപ്റ്റേഴ്സും നമ്മുടെ ഡിപ്ലോമയുടെ കണ്ടിന്യൂവേഷൻ ആയി ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ. നമ്മുടെ ഡിപ്ലോമയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് കേട്ടോ വരുന്നത്. നമുക്ക് ഡിപ്ലോമയിലെ അക്രഡിറ്റേഷൻ പഠിച്ചിട്ടില്ലേ? അക്രഡിറ്റേഷൻ എന്നുള്ള ചാപ്റ്റർ ഉണ്ട്. പിന്നെ നമ്മൾ ഫാർമസി പഠിച്ചിട്ടുണ്ട് അല്ലെ? ഫാർമസിയുടെ ഉണ്ട്, ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ട്. അതേപോലെ നമ്മൾ മാർക്കറ്റിംഗ് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇൻഫെക്ഷൻ കൺട്രോൾ പഠിച്ചിട്ടുണ്ട്, മെറ്റീരിയൽസ് മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ അതിന്റെയൊക്കെ കണ്ടിന്യൂവേഷൻ ആണ് നിങ്ങൾക്ക് PG-യിൽ പഠിക്കാൻ വരുന്നത്. പക്ഷെ PG-യിലാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി PG എന്ന് പറയുമ്പോൾ നമ്മൾ ലെവൽ മാറിയില്ലേ? കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയില്ലേ? അപ്പൊ അതില് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ മിസ് എടുക്കുന്ന ഭാഗങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കുക, ക്ലാരിഫൈ ചെയ്യുക. ക്ലിയർ അല്ലെങ്കിൽ കേട്ടോ. പിന്നെ സ്പീഡ് കൂടുതലാണെങ്കിൽ സ്പീഡ് കൂടുതലാണ് മിസ്സേ ഒന്നുകൂടി ഒന്ന് സ്ലോ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ പറയാം. നമ്മൾ ഡിപ്ലോമയില ഫാർമസി പഠിച്ചു അല്ലേ? ഫാർമസി 5th-ലും 6th-നൊക്കെ ക്ലാസ് കഴിഞ്ഞു, എക്സാം കഴിഞ്ഞു, കോൺവെക്കേഷൻ സെറിമണി കഴിഞ്ഞു അല്ലേ? അതുമായി നിങ്ങെന്തായി? വിട്ടുപോയോ? ആ ഒരു ടോപ്പിക്ക് വിട്ടുപോയോ? അതോ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? അപ്പൊ ഹോസ്പിറ്റൽ ഫാർമസിയില് നമ്മ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട് അല്ലെ? ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട് അല്ലെ? എന്തൊക്കെയാണ്? നമ്മ മരുന്നുകള് ഇൻപേഷ്യൻസിന് ഔട്ട് പേഷ്യൻസിന് വാർഡുകളിലേക്കൊക്കെ മരുന്നുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലെ? മരുന്നുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, പർച്ചേസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട്, ക്വാളിറ്റി ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്, സ്റ്റോറേജ് നടത്തുന്നുണ്ട് അല്ലെ? ആണോ? പിന്നെ എന്തൊക്കെയുണ്ട്? ഹോസ്പിറ്റലിലെ ഡ്രഗ് മാനുഫാക്ചറിങ് ഉണ്ട് അല്ലെ? പിന്നെ എന്താണ്? ഹോസ്പിറ്റലിലെ ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ ഫാർമസി? പേഷ്യൻസിന് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് അല്ലെ? ഫാർമസിസ്റ്റുകള് പേഷ്യന്റിന് ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് അല്ലെ? മരുന്നുകള് പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റുകൾ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ അവര് മാനുഫാക്ചറിങ് ചെയ്ത പ്രോഡക്റ്റുകൾ ആയിക്കോട്ടെ, അവർ എന്ത് ചെയ്യുന്നുണ്ട്? ക്വാളിറ്റി ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് നടത്തുന്നുണ്ട് അല്ലെ? പിന്നെ നമ്മൾ എന്താണ്? ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഇൻഫ്രാസ്ട്രക്ചർ പഠിച്ചു അല്ലെ? എക്യുപ്മെന്റ് പഠിച്ചു, ഫാർമസിയിലെ എക്യുപ്മെന്റ് പഠിച്ചു അല്ലെ? പിന്നെ എന്താണ്? നമ്മുടെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി പഠിച്ചു അല്ലെ? ചെയർമാൻ ആയിരിക്കും അല്ലെ നമ്മുടെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ. മെഡിക്കൽ സ്റ്റാഫിംഗ് പഠിച്ചു, മെഡിക്കൽ സൂപ്രണ്ട് ആയിട്ട് വരുന്നത് അല്ലെ? പിന്നെ എന്താണ്? എല്ലാ HODs അല്ലെ? എല്ലാ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റുകളും എന്താണ്? നമ്മുടെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആയിരിക്കും അല്ലെ? പിന്നെ എന്താണ്? നഴ്സിംഗ് സൂപ്രണ്ട് മെമ്പർ ആയിരിക്കും, ചീഫ് ഫാർമസിസ്റ്റ് മെമ്പർ സെക്രട്ടറി ആയിരിക്കും അല്ലെ? പിന്നെ എന്താണ്? ഹോസ്പിറ്റലില് എന്താണ്? ഹോസ്പിറ്റൽ ഫോർമുലറി ഉണ്ട് അല്ലെ? ഒരു വ്യക്തമായിട്ടുള്ള
ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി ഉണ്ട് അല്ലെ. അതില് 250 മുതൽ 300 വരെയുള്ള മെഡിസിനുകളുടെ വ്യക്തമായ വിവരങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ടായിരിക്കും അല്ലെ. ഒരു മെഡിസിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് അല്ലെ, അതിന്റെ എന്താണ് കണ്ടന്റ് എന്താണ് അല്ലെ, അത് ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റുകളോ അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ് ഇന്ററാക്ഷനോ വരാനുള്ള സാധ്യതയുണ്ടോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും അടങ്ങിയ ഒരു ഡ്രഗ് ഫോർമുലറി ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും അല്ലേ. ഓർമ്മയില്ലേ? പിന്നെന്താണ്, ഡോക്ടേഴ്സ് ഈ ഫോർമുലറി ഉപയോഗിച്ചിട്ടാണ് അല്ലെ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത് പേഷ്യൻസിന്. അവർക്കറിയാം അല്ലെ, ആ ഒരു ഡ്രഗിന്റെ ഫോർമുലറി യൂസ് ചെയ്ത് കഴിയുമ്പോൾ അറിയാം അല്ലെ ഫാർമസിയിൽ ഏതൊക്കെ മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ട് അല്ലെ, അറിയാൻ സാധിക്കില്ലേ ഈ ഡ്രഗ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് ഡോക്ടേഴ്സ് പേഷ്യൻസിന്റെ സിംറ്റംസിനനുസരിച്ചുള്ള മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെന്താണ്, നമ്മൾ ക്വാളിറ്റി ടെസ്റ്റിങ്ങിന് വേണ്ടി എങ്ങനെയുള്ള സാമ്പിൾ ആണ് എടുക്കുന്നത്? നേരെ ഇരിക്കുന്ന സാമ്പിൾ ആണ് എടുക്കുന്നത്, റാൻഡം സാമ്പിൾ ആണ് അല്ലെ എടുക്കുന്നത്. ഇടയിൽ നിന്നുള്ള സാമ്പിൾ ഒക്കെ എടുത്ത് ആണ് നമ്മൾ ക്വാളിറ്റി ടെസ്റ്റിംഗ് നടത്തുന്നത് അല്ലെ. കൂടാതെ എന്താണ്, നമ്മൾ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റുകളിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ തോന്നുകയാണ് അല്ലെ, അതിന്റെ സ്റ്റാൻഡേർഡുകളിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ തോന്നുകയാണെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്തതിന് ശേഷം മാത്രമാണ് ഉപയോഗിക്കുന്നത്? ടെസ്റ്റിംഗ് നടത്തിയതിന് ശേഷം മാത്രമാണ് അല്ലെ, ക്വാളിറ്റി ടെസ്റ്റ് ഒക്കെ നടത്തിയതിന് ശേഷമാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പറയുന്നതാണ് കേട്ടോ. ഒരു നെക്സ്റ്റ് എന്താണ്, നമുക്കറിയാം നമ്മൾ ഹോസ്പിറ്റലില് ഒരുപാട് റെക്കോർഡ്സ് ഫാർമസിയുമായി ബന്ധപ്പെട്ട ഒരുപാട് റെക്കോർഡ്സും രജിസ്റ്റേഴ്സും സൂക്ഷിക്കുന്നുണ്ട് അല്ലെ. ഹോസ്പിറ്റൽ ഫോർമുലറി ഉണ്ട്, ഡ്രഗ് ഇൻസ്പെക്ഷൻ റെക്കോർഡുകൾ ഉണ്ട്, സ്റ്റോക്ക് ലെഡ്ജർ ഉണ്ട്, ഇന്റന്റ് ഉണ്ട്, ഡ്രഗ് ഇൻസ്പെക്ഷൻ റെക്കോർഡുകൾ ഉണ്ട്, ആന്റിബയോട്ടിക് പോളിസി ഉണ്ട് അല്ലെ, ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡുകൾ ഉണ്ട് അല്ലെ. അങ്ങനെ ഒരുപാട് റെക്കോർഡ്സുകൾ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, സ്റ്റോറേജ് അല്ലെ. നമ്മ ഹോസ്പിറ്റല് 4 തരത്തിൽ, ഹോസ്പിറ്റൽ ഫാർമസിയില് 4 തരത്തിലുള്ള മരുന്നുകളാണ് സ്റ്റോറേജ് ചെയ്യുന്നത് അല്ലെ. നർക്കോട്ടിക് ഡ്രഗ്സുകൾ അല്ലെ, പെയിൻ കില്ലേഴ്സ് ആയിട്ടും സെഡേറ്റീവ് മരുന്നുകളായിട്ടും അല്ലെ ഒക്കെ യൂസ് ചെയ്യുന്ന നർക്കോട്ടിക് ഡ്രഗ്സുകള്, കോൾഡ് സ്റ്റോറേജ് നമുക്ക് തണുപ്പിച്ച് ജനറൽ ഡ്രഗ്സുകള്, ഇൻഫ്ലമബിൾ ഡ്രഗ്സുകള്, അങ്ങനെ 4 തരത്തിലുള്ള മരുന്നുകളാണ് നമ്മ ഫാർമസിയില് സ്റ്റോറേജ്. ആന്റിബയോട്ടിക്സുകളൊക്കെ നമ്മുടെ നർക്കോട്ടിക്സ് കോൾഡ് സ്റ്റോറേജിലും ജനറൽ ഡ്രഗ്സിലൊക്കെ വരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, മെഡിക്കേഷൻ പ്രൊസീജിയർ പറയുന്നുണ്ട് അല്ലെ. പിന്നെ നമ്മുടെ ഫാർമസിയുടെ ആവശ്യമായിട്ടുള്ള പ്രൈമറി സോഴ്സ് എവിടെ നിന്നാണ് ഫാർമസിക്ക് ലഭിക്കുന്നത്? പ്രൈമറി സോഴ്സ് പേഷ്യൻസ് ആൻഡിൽ നിന്ന് അല്ലെ, പേഷ്യൻസിൽ നിന്നാണ് അല്ലെ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മ എന്താണ് പഠിച്ചത്? പ്രോബ്ലംസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഫാർമസി സർവീസില് 6 പ്രോബ്ലംസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇല്ല, എന്തൊക്കെയാണ്? ഔട്ട്ഡേറ്റഡ് ടെസ്റ്റ്, എക്സ്പയറി ഡ്രഗ്സ് അല്ലെ, ടെസ്റ്റ് നടത്താം, മരുന്നുകൾ എക്സ്പയറി ആയി പോവാ, പിൽഫറേജും തെഫ്റ്റും. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകൾ അല്ലെ, എന്താണ് വിപണിയിൽ നിരോധിച്ച അല്ലെ അല്ലെങ്കിൽ ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് മാറ്റിക്കളഞ്ഞ മരുന്നുകൾ അല്ലെ. പിന്നെന്താണ്, ഷോർട്ടേജ് കോസ്റ്റ് അല്ലെ, പിന്നെ ക്യാരിയിങ് കോസ്റ്റ്, പിന്നെ ഇൻസെക്ട്സ് റാറ്റ്സ് ഒക്കെ എന്താണ് നശിപ്പിച്ച് കളയുന്ന അല്ലെ, ഡിസ്ട്രക്ഷൻ നടത്തുന്ന വഴി നമുക്ക് നഷ്ടമായി പോകുന്ന മരുന്നുകള്. അപ്പൊ നമ്മ ഓവറോൾ കഴിഞ്ഞല്ലോ. പിന്നെ ചീഫ് ഫാർമസിസ്റ്റിന്റെ റോളുകൾ അല്ലെ, ഓവറോൾ കഴിഞ്ഞ പിൽഫറേജ്. ഓക്കെ, ഫാർമസി മൊത്തം കഴിഞ്ഞു അല്ലെ. എല്ലാവരുടെയും വന്നില്ലേ? ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കോഴ്സ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഹോസ്പിറ്റൽ ജോലിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള ആ ഒരു ടാസ്കിനുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതിയില്ലേ? പഠിച്ചാൽ മതിയോ? നിങ്ങൾ അത് മാത്രമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്.
ആ ഒരു അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്കില്ലോ അതിന് വേണ്ട നോളജ് മാത്രമാണോ നിങ്ങൾക്ക് തരുന്നത്? അല്ല. നിങ്ങൾക്ക് പക്ഷെ എന്താണ് ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചും അല്ലെ. എന്താണ് ഹോസ്പിറ്റലിലെ A to Z പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നില്ലേ? ടോട്ടൽ ആക്ടിവിറ്റീസ് പഠിക്കുന്നുണ്ട് അല്ലെ, ക്ലീനിങ് പഠിക്കുന്നുണ്ട്, ഹൗസ് കീപ്പിംഗ് പഠിക്കുന്നുണ്ട്, ഡയാലിസിസ് പഠിക്കുന്നുണ്ട്, ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് പഠിക്കുന്നുണ്ട്, ഡയറ്ററി പഠിക്കുന്നുണ്ട് അല്ലെ, ഫാർമസി പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, അപ്പൊ അതിൽ നിന്ന് എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? എന്താ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് നമുക്ക് ജോലിക്ക് കയറണമെങ്കിൽ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം അല്ലെ. എല്ലാം അറിഞ്ഞിരിക്കണം, ഓവറോൾ ഒരു ഐഡിയ വേണം അല്ലെ. A to Z കാര്യങ്ങളെ കുറിച്ചും നമുക്കൊരു ഐഡിയ വേണം അല്ലെ. എന്ത് നമുക്ക് എപ്പോഴാണ് എവിടെയാണ് പ്രശ്നം വരുന്നത് എന്ന് അറിയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റില് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ നമ്മൾ അവിടെ ചെന്ന് സോൾവ് ചെയ്യണ്ടേ? സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യണമെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചും പ്രൊസീജിയറിനെ കുറിച്ചും നമുക്ക് ഒരു അറിവുണ്ടായിരിക്കണോ? ഒരു ജനറൽ നോളജ് ഉണ്ടായിരിക്കണോ? വേണം. അപ്പൊ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. മിസ് ഒരു നമുക്ക് ഇതിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ മിസ് ജസ്റ്റ് ആദ്യം അതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഇനി ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. ചാപ്റ്റർ 7 ആണ് മിസ് എടുക്കുന്നത്, ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് അല്ലെ. നമുക്ക് ഹോസ്പിറ്റൽ ഫാർമസിന്ന് ഡ്രഗ്സ് മാത്രമാണോ, മരുന്നുകൾ മെഡിസിനുകൾ മാത്രമാണോ ലഭിക്കുന്നത്? അല്ല അല്ലെ. ഇൻസുലിൻ ഉണ്ട് അല്ലെ, വാക്സിൻ ഉണ്ട് അല്ലെ, വാക്സിൻ ഉണ്ട് അല്ലെ, അങ്ങനെ ഒരുപാട് ഷാംപൂ അല്ലെ, ഒരുപാട് ഐറ്റംസ് കിട്ടുന്നില്ലേ, കോസ്മെറ്റിക്സ് പോലെയുള്ള ഐറ്റംസ് കിട്ടുന്നുണ്ട് അല്ലെ. പിന്നെ എന്താണ് നമ്മുടെ ബാം അല്ലെ, നമ്മ പെയിൻ റിലീഫിന് വേണ്ടി ഉപയോഗിക്കുന്ന ബാമുകൾ അല്ലെ, ബാം നനച്ച് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ജെല്ല് പോലത്തെ അതൊക്കെ കിട്ടുന്നില്ലേ? അപ്പൊ അതാണ് ഫാർമസ്യൂട്ടിക്കൽസ് അല്ലെ. ഓയിൽമെന്റ് അല്ലെ, ഓയിൽമെന്റുകള്. ഓക്കെ, നോക്കിയേ ഡ്രഗ് ആൻഡ് അതൊക്കെയാണ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്നത്. ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് സ്പ്രേ. ഓക്കെ, okay, an administrator is normally not directly involved either in the prescription or distribution of distribution of a drug or a pharmaceutical formulation. എന്താണ് ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യുന്നില്ല എന്ന്, ഒരു ഫാർമസിയിലെ മരുന്നുകള് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിനോ അല്ലെ പേഷ്യൻസിന് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയോ അതല്ലെങ്കിൽ മരുന്നുകൾ വിതരണം ചെയ്യുകയോ അതല്ലെങ്കിൽ എന്താണ് ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻ അല്ലെ. എന്താണ് നമ്മൾ ഒരു മരുന്ന് ഉണ്ടാക്കുന്നത്, ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻ എന്നാൽ ഫാർമസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാം, രൂപീകരിക്കുക അല്ലെ. മരുന്നുകള്, ഓയിൽമെന്റ്സുകള് അല്ലെ, നമുക്ക് കുടിക്കുന്ന സിറപ്പുകള്, അതൊക്കെ എങ്ങനെയാണ് പെട്ടെന്ന് ചെന്ന് കുറെ കണ്ടന്റുകള്, കുറെ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്ത് സബ്സ്റ്റൻസ് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത്? അത് തോന്നിയ പോലെ ആണോ? അല്ല അല്ലെ. ഒരുപാട് റിസർച്ചുകളൊക്കെ ചെയ്ത് അതിൽ ഏതൊക്കെ കണ്ടന്റുകൾ നമുക്ക് ഉപയോഗിക്കാം അല്ലെ, ഓരോ കണ്ടന്റും എത്ര പ്രൊപ്പോർഷനിൽ നമ്മൾ യൂസ് ചെയ്യണം അല്ലെ, അതിന്റെ സോളുബിലിറ്റി എന്തായിരിക്കണം, അതിന്റെ സ്റ്റെബിലിറ്റി എന്തായിരിക്കണം, അതിന്റെ pH വാല്യൂ എന്തായിരിക്കണം അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടല്ലേ നമ്മൾ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് തയ്യാറാക്കുന്നത് അല്ലെ. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ അസുഖത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഫൈനൽ പ്രോഡക്റ്റ് തയ്യാറാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷനിലോ നമ്മുടെ എന്ത് ചെയ്യുന്നില്ല, അഡ്മിനിസ്ട്രേറ്റർ നേരിട്ട് ഇടപെടുന്നില്ല അല്ലെ. സാധാരണയായി നേരിട്ട് ഇടപെടുന്നില്ല. നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ചെന്ന് ഫാർമസിയിൽ ചെന്ന് മരുന്നുകൾ വിതരണം ചെയ്യുന്നുണ്ടോ? ഇല്ല. പേഷ്യൻസിന് മരുന്നുകള് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ അതേപോലെ എന്താണ് മരുന്നുകൾ രൂപീകരിക്കുന്നുണ്ടോ, ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല.
അപ്പൊ അത് മനസ്സിലായോ? An administrator is normally not directly involved either in the prescription or distribution of a drug or a pharmaceutical formulation. ഒരു മരുന്നിന്റെ കുറിപ്പടിയിലോ അല്ലെ പ്രിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ മരുന്നുകൾ വിതരണം ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകളുടെ രൂപീകരണത്തിലോ ഒരു അഡ്മിനിസ്ട്രേറ്റർ നേരിട്ട് പങ്കെടുക്കുന്നില്ല. ഓക്കെയാണത്? Next, however, in the interest of interaction with the medical professionals, especially doctors, nurses, paramedical staff, and even the patients, a layman's knowledge is mandatory regarding drugs. Is mandatory regarding drugs, its mandatory specification and general know-how. എന്താണ്? എന്നിരുന്നാലും ആ ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് നമ്മുടെ ഡോക്ടേഴ്സുമായിട്ടും നഴ്സുമായിട്ടും പാരാമെഡിക്കൽ സ്റ്റാഫുകളുമായിട്ടും പേഷ്യൻസുമായിട്ടും ഇന്ററാക്ഷൻ നടത്തുന്നതിന് മരുന്നുകളെ കുറിച്ചുള്ള ഒരു പൊതു അറിവ് ഉണ്ടായിരിക്കണം അല്ലെ? സാധാരണ ആളുകളെ പോലെ എന്താണ് മരുന്നുകളെ കുറിച്ചുള്ള ഒരു പൊതു അറിവ് വേണ്ടേ? മരുന്നുകളെ കുറിച്ച്, അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലെ, ഫാർമസിയിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഉള്ള ഒരു പൊതു അറിവ് വേണം. അതിനു വേണ്ടിയിട്ടല്ലേ നമ്മുടെ ഡിപ്ലോമയില് ഫാർമസി എന്നുള്ള ചാപ്റ്റർ പഠിച്ചത്. അതിൽ നമ്മൾ പൊതുവായിട്ടുള്ള ഒരു അറിവ് പഠിച്ചില്ലേ? ഫാർമസിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു പൊതുവായിട്ടുള്ള നോർമൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലേ? ഏതൊക്കെ മരുന്നുകളുണ്ട്, ഇപ്പൊ മിസ് നേരത്തെ പറഞ്ഞ പോലെ അല്ലെ, മരുന്നുകള്, അവിടുത്തെ ഇന്റന്റുകള്, ഫാർമസിയുടെ പ്രവർത്തനങ്ങള്, അവിടുത്തെ ഫണ്ട് എവിടെ നിന്നാണ് അല്ലെ, അവിടുത്തെ പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ആരാണ് അല്ലെ? ആണോ? ക്ലിയർ ആയോ? ഒന്നുകൂടെ മിസ് പറഞ്ഞുതരാം. എന്നിരുന്നാലും അല്ലെ, ഹവർ എന്നിരുന്നാലും മെഡിക്കൽ പ്രൊഫഷണൽസ്, അതായത് പ്രത്യേകിച്ച് ഡോക്ടേഴ്സ്, നഴ്സുമാര്, പാരാമെഡിക്കൽ സ്റ്റാഫുകള്, പേഷ്യൻസ് അല്ലെ, അവരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷന് എന്താണ് നമ്മുടെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഈ ഫാർമസിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച്, അവിടുത്തെ ഡ്രഗ്സുകളെ കുറിച്ച്, അവിടുത്തെ സ്പെസിഫിക് അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു പൊതു അറിവ് ആവശ്യമാണ്. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? ഓക്കെ. ബിൻഷ്യ 70 ഉണ്ടായതല്ലേ? ബിൻഷ്യ 70-ലോ? ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് എടുക്കാലോ മിസ്? എടുത്തോട്ടെ? ഓക്കെ അല്ലേ? During the routine operation and maintenance of hospital, the administrator may come across many disputes regarding drugs and pharmaceuticals. അല്ലെ, എന്താണ് നമ്മുടെ ഹോസ്പിറ്റലില് ഫാർമസിയിലെ റുട്ടീൻ ഓപ്പറേഷൻസ് അല്ലെ, പതിവ് പ്രവർത്തനങ്ങളില്, അതല്ലെങ്കിൽ ഹോസ്പിറ്റൽ മെയിന്റനൻസില് എന്തൊക്കെ സാധ്യതയുണ്ട്? തർക്കങ്ങൾക്ക് അല്ലെ, അക്രോസ് മെനി ഡിസ്പ്യൂട്ട് റിഗാർഡിംഗ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് അല്ലെ, നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽസുമായിട്ടും ഡ്രഗ്സുകൾക്കുമായിട്ടും തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതിലെന്താ, ആര് ഇടപെടണം? ഹോസ്പിറ്റലിലെ ഒരു പ്രവർത്തനത്തില് തർക്കങ്ങൾ വരാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ വരാണെങ്കിൽ അവിടെ അഡ്മിനിസ്ട്രേറ്റർ ഇടപെടണ്ടേ? അപ്പൊ എന്താ, ഒരു ആശുപത്രിയുടെ റുട്ടീൻ ഓപ്പറേഷൻസ്, പതിവ് പ്രവർത്തനങ്ങളിലും അറ്റകുറ്റപ്പണികൾക്കും അഡ്മിനിസ്ട്രേറ്റർക്ക് മരുന്നുകളും ഫാർമസ്യൂട്ടിക്കൽസുകളും സംബന്ധിച്ച് നിരവധി തർക്കങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ അറ്റകുറ്റപ്പണി, ഒരു ഫാർമസിയിൽ അറ്റകുറ്റപ്പണി വരികയാണെങ്കിൽ ആ ഫാർമസിയിലുള്ള പ്രോഡക്ട്സുകൾ, സാധനങ്ങൾ നമ്മൾ എവിടെയെങ്കിലും മാറ്റി വെക്കണം അല്ലെ, റീപ്ലേസ് ചെയ്ത് വെക്കണ്ടേ? അതേപോലെ ആ റീപ്ലേസ് ചെയ്ത് വെക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഒരു സ്ഥലം വേണം അല്ലെ. ഇപ്പൊ നമ്മൾ കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് പറഞ്ഞു, പിന്നെ എന്താണ് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് പറഞ്ഞു. അപ്പൊ അതിൽ പറയുന്ന രീതിയിൽ നമ്മൾ ഈ മരുന്നുകൾ സൂക്ഷിച്ചു വെക്കണ്ടേ? അപ്പൊ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് നമ്മൾ ആപ്റ്റ് പ്ലേസ് വേണം അല്ലെ. ആ ഒരു പ്ലേസ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ ഒരുക്കി കൊടുക്കണ്ടേ?
അതിനുവേണ്ട ഫണ്ട് അനുവദിച്ചു കൊടുക്കണം അല്ലെ, ഫണ്ടിന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അല്ലെ. പിന്നെ കൂടാതെ എന്താണ് റുട്ടീൻ ഓപ്പറേഷൻസ്, പതിവ് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, പർച്ചേസ് ചെയ്യുക, ഹോസ്പിറ്റൽ ഫാർമസിയിലുള്ള മരുന്നുകൾ പർച്ചേസ് ചെയ്യുക, അവരത് സ്റ്റോർ ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇപ്പൊ മരുന്നുകൾ മാറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ ഒരു പേഷ്യന്റിന് മരുന്ന് മാറ്റിക്കൊടുക്കുക, അപ്പൊ പല പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പല ഇഷ്യൂസ് ഉണ്ടാവും അല്ലേ. അപ്പൊ അതിൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ ഇടപെടണ്ടേ, അഡ്മിനിസ്ട്രേറ്റർ എന്തായാലും ഇടപെടണം അല്ലെ, അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം അല്ലെ, വേണ്ടേ. അപ്പൊ അതാ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഡ്യൂറിങ് നമ്മുടെ റുട്ടീൻ ഓപ്പറേഷൻസില് ഹോസ്പിറ്റലിലെ മെയിന്റനൻസ് ഓഫ് ഹോസ്പിറ്റലിലെ മെയിന്റനൻസ് അറ്റകുറ്റപ്പണികളിൽ എന്താണ് അഡ്മിനിസ്ട്രേറ്റർ ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങളും അല്ലെ, പല ഡിസ്പ്യൂട്ട്സുകളും ഉണ്ടായേക്കാം. ഓക്കെ അല്ലേ ഇത്. Next, an outline and introduction on the administrative aspects. The total and technical parameters in general are required to be acquired for the smooth running of the hospital. നേരത്തെ പറഞ്ഞു അല്ലെ, എന്താണ് അപ്പൊ ഹോസ്പിറ്റലിലെ ഒരു സ്മൂത്ത് റണ്ണിങ്ങിന് അല്ലെ എന്ത് വേണം, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർക്ക് മൊത്തത്തിലുള്ള അല്ലെ A to Z കാര്യങ്ങൾ അറിയണോ. അപ്പൊ ആശുപത്രിയുടെ സുഗമമായ അല്ലെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർക്ക് മൊത്തത്തിലുള്ളതും ടെക്നിക്കൽ പരമായിട്ടുള്ള അല്ലെ സാങ്കേതികപരമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് വശങ്ങളെ കുറിച്ച് ഒരു രൂപരേഖയും ഒരു ഔട്ട്ലൈനും ഒരു ഇൻട്രൊഡക്ഷൻ അതായത് ഒരു അറിവും ആവശ്യമാണ്. ാണോ അതുകൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചും ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും പൊതുവായിട്ടുള്ള ഒരു അറിവ് പഠിക്കുന്നത്. മനസ്സിലായോ? ഒക്കെയാണോപ്പാ? ഓക്കെ അല്ലേ? ഹോസ്പിറ്റലിലെ സുഗമമായ ഒരു നടത്തിപ്പിന് എന്താണ് ഒരു മൊത്തത്തിലുള്ളതും സാങ്കേതികപരമായിട്ടുള്ള ടെക്നിക്കൽ പാരാമീറ്റേഴ്സിനെ കുറിച്ചും ടെക്നിക്കൽ പാരാമീറ്റേഴ്സിന്റെയും അഡ്മിനിസ്ട്രേറ്റീവ് വശങ്ങളെ കുറിച്ച് ഒരു രൂപരേഖയും ഒരു പൊതു അറിവും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, so administrators are bound to have a general idea of drugs and pharmaceuticals, right? അതുകൊണ്ട് തന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർക്ക് നമ്മുടെ ഡ്രഗ്സിനെ കുറിച്ചും ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിനെ കുറിച്ചും ഒരു പൊതു അറിവ് അല്ലെ ജനറൽ ഐഡിയ ആവശ്യമാണ്. പൊതു ആശയം ഉണ്ടായിരിക്കാൻ ബാധ്യസ്ഥനാണ് അല്ലെ. ഓക്കെ അല്ലേ ഇത്? A drug or pharmaceutical is a substance used to prevent or cure or a disease or ailment or to alleviate its symptoms. Alleviate its symptoms. എന്താണ് നമ്മൾ മരുന്ന് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? പനിക്കുള്ള മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താണ് മാറില്ലേ, ക്യൂർ ആകും അല്ലെ, രോഗശമനം ഉണ്ടാകും അല്ലെ, അല്ലെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന സിംറ്റംസ് കുറയോ. അപ്പൊ നോക്കിയേ, എ ഡ്രഗ് ഓർ ഫാർമസ്യൂട്ടിക്കൽ ഈസ് എ സബ്സ്റ്റൻസ്. ഡ്രഗോ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ സബ്സ്റ്റൻസോ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് അസുഖങ്ങളെ തടയാനും പ്രിവെന്റ് ചെയ്യാനും രോഗശമനത്തിനും കാരണമാകുന്നു. കൂടാതെ നമ്മുടെ അസുഖങ്ങൾ മാറാനും പിന്നെന്താണ് നമ്മുടെ സിംറ്റംസ് കുറയ്ക്കാനും സഹായകമാകുന്നു. Okay, in the United States, some drugs are available on the over-the-counter, while other can be purchased only with a doctor's prescription. എന്നാണ് നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ മാത്രമല്ല നമ്മുടെ ഇവിടെ എങ്ങനെയാണ് മരുന്നുകൾ കിട്ടുന്നത്? എങ്ങനെയാ? ഹോസ്പിറ്റൽ ഫാർമസിന്ന് പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുപോകണം അല്ലേ അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സില് സം ഡ്രഗ്സ് ആർ അവൈലബിൾ ഓവർ ദ കൗണ്ടർ അല്ലെ. എന്താണ് ചില മരുന്നുകൾ അവർക്ക് ആ കൗണ്ടറിൽ നിന്ന് തന്നെ ലഭിക്കുന്നു.
നൽകുന്നു. while other can be purchased only with a doctor by prescription. പക്ഷെ ചില മരുന്നുകൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ഫാർമസിയിൽ നിന്ന് ലഭിക്കുന്നത്. ഓക്കെ അല്ലേ? സം ഓഫ് നെക്സ്റ്റ് പറയുന്നത് ഡ്രഗ് ക്യാൻ ബി ടേക്കൺ ഓറലി. അല്ലെ, നമുക്ക് പല രീതിയിൽ മരുന്നുകൾ കഴിക്കാലോ. മരുന്നുകളല്ല, ഡ്രഗ്സ് മാത്രമല്ല, ഫാർമസ്യൂട്ടിക്കൽ നമ്മുടെ രോഗശമനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സുകൾ പല രീതിയിൽ ഉപയോഗിക്കാം. അല്ലെ, എങ്ങനെയൊക്കെ ഉപയോഗിക്കാം? ഒന്ന് പറഞ്ഞേ. ഓറലി ഉപയോഗിക്കാം അല്ലെ, നമുക്ക് വായിൽ കൂടി കഴിക്കാം അല്ലെ, ഓറലി ഉപയോഗിക്കാം. ഇഞ്ചക്ഷൻ ആയിട്ട് ഉപയോഗിക്കാം അല്ലെ. പിന്നെ എന്താണ് ഇഞ്ചക്ഷൻ ആയിട്ട് ഉപയോഗിക്കാം? പിന്നെ സ്കിൻ പാച്ച് ചെയ്യാമോ? സ്കിന്നുമ്പോ ഓയിൻമെന്റുകളായിട്ട്, ഓയിൻമെന്റിട്ടൊക്കെ എങ്ങനെയാണ് നമ്മൾ സ്കിൻ പാച്ച് അല്ലേ, നമ്മുടെ സ്കിന്നും അത് പരട്ടിയിട്ട് അത് എന്ത് ചെയ്യും, നമ്മുടെ സ്കിൻ അത് അബ്സോർബ് ചെയ്തെടുക്കും അല്ലെ. പെയിൻ റിലീഫിനൊക്കെ ഉപയോഗിക്കുന്ന ഓയിൻമെന്റുകൾ, ജെല്ലുകൾ അങ്ങനെയല്ലേ. അല്ലെങ്കിൽ നമുക്ക് മുറിവുണ്ടായി കഴിഞ്ഞാൽ ഒരു ഭാഗത്തോ ഒരു മുറിവോ ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയല്ലേ ഓയിൻമെന്റുകളോ അല്ലെങ്കിൽ എന്താണ് അതിനുപയോഗിക്കുന്ന സ്പ്രേയോ ബാമൊക്കെ പരട്ടി കഴിയുമ്പോൾ നമ്മുടെ അത് എന്താണ് സ്കിൻ അത് അബ്സോർബ് ചെയ്തെടുത്തിട്ട് നമുക്ക് റിലീഫ് ഉണ്ടാക്കുന്നു അല്ലെ. അപ്പൊ നമുക്ക് സ്കിൻ പാച്ച് ചെയ്യാം. കൂടാതെ നമുക്ക് എന്താണ്, നമ്മൾ ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ടോ? ആസ്മ പേഷ്യന്റ് അല്ലെങ്കിൽ ചുമക്ക ഒരുപാടുള്ള അലർജി പേഷ്യൻസ് ഒക്കെ ഇൻഹേലർ ആയിട്ട് മെഡിക്കേഷൻസ് മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നോക്കിയേ, നമുക്ക് ഡ്രഗ്സ് ക്യാൻ ബി, പല രീതിയിൽ നമുക്ക് ഡ്രഗ്സുകൾ ഉപയോഗിക്കാം. ഓറലി, വിയ സ്കിൻ പാച്ച് അല്ലെ, നമുക്ക് സ്കിന്നിൽ ഉപയോഗിക്കാം. കൂടാതെ ഇഞ്ചക്ഷൻ ആയിട്ട് ഓർ വിയ ഇൻഹേലർ അല്ലെ, നമുക്ക് ഇൻഹേലർ ആയിട്ട് ഉപയോഗിക്കാം. ദീസ് ആർ ദ മോസ്റ്റ് കോമൺ മെത്തേഡ്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്നതിൽ കാണുന്ന മെത്തേഡ്സുകള്, രീതികള്. ഓക്കെയാണോ മക്കളെ? ആ ഒരു പാരഗ്രാഫ് ഓക്കെയാണോ? ഫസ്റ്റ് ക്ലാസ് ആയാണ് മിസ് സ്ലോ ആക്കി എടുക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ് മുതൽ കുറച്ചുകൂടി ഒന്ന് സ്പീഡ് എടുത്തി പോവാം അല്ലെ. ഇമ്പോർട്ടന്റ് അണ്ടർലൈൻ ചെയ്യണം. പറഞ്ഞുതരാം കേട്ടോ, പറഞ്ഞുതരാം. നെക്സ്റ്റ്, the pharmaceutical industry, which is concerned with the development and marketing of drugs, is a key component of the health sector അല്ലെ. എന്താണ്, നമ്മുടെ ഹെൽത്ത് സെക്ടറിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമല്ലേ ഫാർമസി എന്ന് പറയുന്നത്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വെറുതെ ഡോക്ടർ കണ്ടിട്ട് കാര്യമുണ്ടോ? മരുന്നുകൾ കഴിക്കണം അല്ലേ. ഇല്ലേ, നമുക്ക് രോഗം മാറണമെങ്കിൽ വെറുതെ ഡോക്ടറെ കണ്ടിട്ട് മാത്രം കാര്യമുണ്ടോ? നമ്മ മരുന്നുകൾ കഴിക്കണം അല്ലെ. അപ്പൊ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി വിച്ച് ഈസ് കൺസേൺഡ് വിത്ത് ദ ഡെവലപ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഡ്രഗ്സ് അല്ലെ, മരുന്നുകളുടെ വികസനവും അതിന്റെ മാർക്കറ്റിംഗും അല്ലെ, വിപണനവും എന്താണ് നമ്മുടെ ഹെൽത്ത് സെക്ടറിലെ പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ്, ഒരു ഘടകമാണ് അല്ലെ. മരുന്നുകളുടെ ഡെവലപ്മെന്റിലും വികസനത്തിലും വിപണനത്തിലും മാർക്കറ്റിംഗിലും ശ്രദ്ധയൂന്നുന്ന അല്ലെ കൺസേൺ ചെയ്യുന്ന ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി നമ്മുടെ ആരോഗ്യ മേഖലകളിലെ ഹെൽത്ത് സെക്ടേഴ്സിലെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഓക്കെയാണോ? ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നല്ല വിച്ച് ഈസ് മോസ്റ്റ് പ്രോഫിറ്റബിൾ ഇൻഡസ്ട്രി, കൂടുതൽ ലാഭം തരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. കേട്ടിട്ടുണ്ടോ? അത് ഫാർമസി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലോ? കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. Which is the most profitable industry in the US economy at an estimated $24.4 billion in revenues in 2018. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരുപാട് പ്രോഫിറ്റ് തരുന്ന അല്ലെ, ഒരുപാട് ലാഭം തരുന്ന ഒരു മേഖലയാണ് അല്ലെ, വാണിജ്യ മേഖലയാണ്. US എക്കണോമിയില് US സമ്പദ് വ്യവസ്ഥയില് 2018 $24.4 billion ആണ് അവർക്ക്. ഏകദേശമാണ് കേട്ടോ പറയുന്നത്, എസ്റ്റിമേറ്റ് ആണ്. ഏകദേശം
24.4 ബില്യൺ ഡോളറാണ് എന്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. 24.4 ബില്യൺ ഡോളർ എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഇൻകം ആണ് കേട്ടോ. വലിയൊരു വരുമാനം തന്നെയാണ് ആ ഒരു എക്കണോമിയിലെ. ഓക്കെ ആണോ? ഇത്രയും ഭാഗം ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. Okay. Next, manufacture and sale or distribution of individual drugs and pharmaceutical formulations need two approvals. നമ്മുടെ മരുന്നുകളുടെ ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻ മരുന്നുകളെ രൂപീകരിക്കുന്നതിനും ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റുകൾ രൂപീകരിക്കുന്നതിനും അത് സെയിൽ ചെയ്യുന്നതിനും വിതരണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും അത് വിൽപ്പന നടത്തുന്നതിനും അത് മാനുഫാക്ചറിങ് ചെയ്യുന്നതിനും എന്ത് വേണം? 2 അപ്രൂവൽസ് ആവശ്യമാണ്, 2 അംഗീകാരങ്ങൾ ആവശ്യമാണ്. നമ്മൾ ഒരു കമ്പനി തുടങ്ങുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള അപ്രൂവൽസ് ലഭിക്കണം അല്ലെ? പൊല്യൂഷൻ കൺട്രോൾ ലൈസൻസ് വേണം, മാനുഫാക്ചറിംഗ് ലൈസൻസ് വേണം ഇല്ലേ? ആണോ? ആണല്ലേ? അതേപോലെ നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷനിലും അല്ലെ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകൾ രൂപീകരിക്കുന്നതിലും അത് സെയിൽ ചെയ്യുന്നത് ഫാർമസിയിലെ സാധനങ്ങൾ സെയിൽ ചെയ്യുന്നതിനും ഡിസ്ട്രിബ്യൂട്ടർ വിതരണം ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതിനും മാനുഫാക്ചർ ചെയ്യുന്നതിനും 2 അപ്രൂവൽ 2 അംഗീകാരങ്ങൾ ആവശ്യമാണ്. ആദ്യത്തെ വരുന്നത് ഡ്രഗ് ലൈസൻസ് വേണം. രണ്ടാമത്തത് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് GMP. എന്താണ് രണ്ടാമത്തത്? ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസും ആവശ്യമാണ്. ഓക്കെ ആണോ? ഇപ്പൊ നമ്മ മാർക്കറ്റില് കുറെ ഫാർമസി ഷോപ്പ് മെഡിക്കൽ ഷോപ്പുകൾ കാണാറില്ലേ? മെഡിക്കൽ സ്റ്റോറുകൾ കാണാറുണ്ട് അല്ലെ? ആ ഒരു മെഡിക്കൽ സ്റ്റോർ തുടങ്ങണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഡ്രഗ് ലൈസൻസ് ഉള്ള ഒരു ഫാർമസിസ്റ്റിന്റെ പേരിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഫാർമസി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് ഒരു നോർമൽ പേഴ്സന്റെ പേരിൽ നമുക്ക് ഒരിക്കലും നമുക്ക് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഷോപ്പ് നമുക്ക് ഒരു നോർമൽ പേഴ്സന്റെ പേരിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? അല്ലെങ്കിൽ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ നമുക്ക് മെഡിക്കൽ സ്റ്റോർ അല്ലെങ്കിൽ ഫാർമസി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഡ്രഗ് ലൈസൻസ് ഉള്ള ഒരു ഫാർമസിസ്റ്റിന്റെ പേരിൽ മാത്രമാണ് നമുക്ക് ആ ഒരു രജിസ്ട്രേഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റിന്റെ പേരിൽ മാത്രം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായി സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഡ്രഗ് ലൈസൻസ് എന്താണെന്ന് എടുത്തോട്ടെ. നെക്സ്റ്റ് drug DL അല്ലെ? DL stands for drug license or drug manufacturing license അല്ലെ? DL എന്ന് പറയുന്നത് ഡ്രഗ് ലൈസൻസ് എന്നോ അല്ലെങ്കിൽ ഡ്രഗ് മാനുഫാക്ചറിംഗ് ലൈസൻസ് എന്നോ പറയുന്നു. A drug manufacturing license is mandatory protocol for manufacture and sales of drugs and pharmaceutical irrespective of its status. എന്താണ്? ഒരു ഫാർമസ്യൂട്ടിക്കലിന്റെ സ്റ്റാറ്റസ് നോക്കാതെ അല്ലെ? ഇപ്പൊ നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമുക്ക് വിപണിയിൽ 2 തരത്തിലുള്ള മരുന്നുകൾ ലഭിക്കുന്നുണ്ട്. ബ്രാൻഡഡ് ഡ്രഗ്സ്, അതായത് പാറ്റന്റ് ഡ്രഗ്സ്. ബ്രാൻഡഡ് ഡ്രഗ്സിന് പറയുന്ന വേറൊരു പേരാണ് പാറ്റന്റ് ഡ്രഗ്സ്. അതല്ലെങ്കിൽ നമുക്ക് ജനറിക് ഡ്രഗ്സ്. മിസ് എക്സാമ്പിൾ പറയാം. നമ്മൾ വിപണിയിൽ വാങ്ങിക്കുന്ന പാരസെറ്റാമോൾ ഇല്ലേ? എളുപ്പത്തിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണോ? പാരസെറ്റാമോൾ അത് ആ ഒരു മരുന്നിന്റെ ജനറിക് നെയിം ആണ് പാരസെറ്റാമോള്. അതിന്റെ ബ്രാൻഡഡ് അല്ലെങ്കിൽ പാറ്റന്റ് നെയിം ആണ് നിങ്ങൾ ഡോളോ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഡോളോ അല്ലെ? അപ്പൊ അങ്ങനെയുള്ളത് പെനഡോള്, കാൾപോള്, ക്രോസിൻ എന്നൊക്കെ പറയില്ലേ? മെഗാഡോള്. ഓക്കെ, അതൊക്കെ എന്താണ്? നമ്മുടെ ഈ പാരസെറ്റാമോളിന്റെ ബ്രാൻഡഡ് അല്ലെങ്കിൽ പാറ്റന്റ് നെയിം ആണ്. അപ്പൊ എന്താണ്? ഒരു മരുന്ന് നിർമ്മാണ ലൈസൻസ്, അതായത് ഒരു മാനുഫാക്ചറിംഗ് ലൈസൻസ് എന്താണ്? ആ ഒരു മരുന്നിന്റെ സ്റ്റാറ്റസ് ജനറിക് ഡ്രഗ്സ് ആണോ അതല്ലെങ്കിൽ എന്താണ് നമ്മുടെ പാറ്റന്റ് ഡ്രഗ്സ് ആണോ എന്നുള്ള സ്റ്റാറ്റസ് നോക്കാതെ എന്താണ് മാനുഫാക്ചർ ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതും സെയിൽ ചെയ്യുന്നതിനും എന്താവശ്യമാണെന്ന് നിർബന്ധമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആണ് ഒരു ഡ്രഗ് മാനുഫാക്ചറിംഗ് ലൈസൻസ് എന്നുള്ളത്. ക്ലിയർ ആയോ?
ഒരു മരുന്നുകൾ അല്ലെ, സെയിൽസ് ഒന്നുകൂടെ പറയണം. ഓക്കെ, എന്താണ് ഒരു മരുന്ന്, ഡ്രഗ്സ് ആയിക്കോട്ടെ, ഫാർമസ്യൂട്ടിക്കൽസ് ആയിക്കോട്ടെ, അതിന്റെ സ്റ്റാറ്റസ് നോക്കാതെ ജനറിക് ആണോ അല്ലെങ്കിൽ പാറ്റന്റ് ബ്രാൻഡഡ് ആണോ എന്ന് നോക്കാതെ അത് ഓരോ മരുന്നുകളും മാനുഫാക്ചർ നിർമ്മിക്കുന്നതിനും അത് വിൽക്കണം അല്ലെ, സെയിൽ ചെയ്യണ്ടേ. നമ്മ ഒരു മരുന്ന് മാനുഫാക്ചർ ചെയ്താൽ മാത്രം മതിയോ, നിർമ്മിച്ചവിടെ വെച്ചാൽ മതിയോ, പ്രൊഡക്റ്റ് ചെയ്ത് വെച്ചാൽ മതിയോ? നമ്മ അതെന്ത് ചെയ്യണം, വിപണിയിൽ വിൽക്കണം അല്ലെ, സെയിൽ ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സെയിലിനും നിർബന്ധമായിട്ടുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആണ് ഡ്രഗ് മാനുഫാക്ചറിംഗ് ലൈസൻസ് എന്നുള്ളത്. ഓക്കെ ആണോ? ബാക്കി എല്ലാവർക്കും ഓക്കെ ആണോ? ഓരോ മരുന്നുകളും അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകളും എന്താ അതിന്റെ സ്റ്റാറ്റസ് ജനറിക് ആണോ ബ്രാൻഡഡ് ആണോ എന്ന് നോക്കാതെ അതിന്റെ നിർമ്മാണത്തിനും അത് വിൽപ്പന നടത്തുന്നതിനും നിർബന്ധമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആണ് ഡ്രഗ് മാനുഫാക്ചറിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ഡ്രഗ് ലൈസൻസ് എന്നുള്ളത്. Okay, next, status can be further described as generic or patented drugs. നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്താണ്, ജനറിക് ഡ്രഗ് അല്ലെങ്കിൽ പാറ്റന്റ് ഡ്രഗ്. ഇപ്പൊ മിസ് പറഞ്ഞ പോലെ ജനറിക് ഡ്രഗ് എന്നോ അല്ലെങ്കിൽ പാറ്റന്റ് ഡ്രഗ് എന്നോ ആണ്. ഡ്രഗ് ലൈസൻസ് should contain the name of the product, both the generic or branded drugs, with its composition in detail with the following mandatory imprints, which has to be printed on the packing of drugs or pharmaceutical formulations. നമ്മ മരുന്ന് വാങ്ങിക്കുമ്പോൾ ആ മരുന്നിന്റെ സ്ലിപ്പിന്റെ അല്ലെ, മരുന്നിന്റെ ആ ഒരു ഇതിൽ കണ്ടിട്ടില്ലേ, സ്ലിപ്പില് ബാക്കില് ഏതൊക്കെ കണ്ടന്റ് ആണ് അടങ്ങിയിരിക്കുന്നത് അല്ലെ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് പേപ്പർ സ്ട്രിപ്പ്, അലുമിനിയം സ്ട്രിപ്പ് ഒക്കെ അങ്ങനെയൊക്കെ മരുന്നുകൾ കിട്ടാറുണ്ട് അല്ലെ. അതല്ലെങ്കിൽ നമുക്ക് ബോട്ടില് നമ്മ മരുന്നിന്റെ ആ സിറപ്പൊക്കെ മേടിക്കുമ്പോ ബോട്ടിലായിരിക്കും അല്ലെ. അപ്പൊ ആ ബോട്ടിലിന്റെ പുറത്ത് അല്ലെങ്കിൽ ആ സ്ട്രിപ്പിന്റെ പുറത്ത് എഴുതിയിട്ടില്ലേ ഏതൊക്കെ കണ്ടന്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ, അത് എത്ര അളവിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെ കണ്ടിട്ടില്ലേ. കൂടാതെ ആ ഒരു മരുന്നിന്റെ പേരും കൊടുക്കാറുണ്ട് അല്ലെ. പാറ്റന്റ് ഡ്രഗ് എന്താണ്, ബ്രാൻഡഡ് നെയിം അല്ലെങ്കിൽ ബ്രാൻഡഡ് ആണെങ്കിൽ ബ്രാൻഡഡ് നെയിം കൊടുക്കും, അതല്ല ജനറിക് ആണെങ്കിൽ ജനറിക്കും കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ എന്താ, നമ്മുടെ മരുന്നിന്റെ ഡ്രഗ് ലൈസൻസ് ഷുഡ് കണ്ടെയ്ൻ, നമ്മുടെ ഡ്രഗ് ലൈസൻസിൽ നിർബന്ധമായിട്ടും ആ ഒരു മരുന്നിന്റെ പാറ്റന്റ് ആണോ അല്ലെങ്കിൽ ജനറിക് ഡ്രഗ് ആണോ എന്നും, പിന്നെ ആ ഒരു മരുന്നിന്റെ കോമ്പോസിഷൻ ഡീറ്റെയിൽസിൽ ഏതൊക്കെ കണ്ടന്റുകളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതിന്റെ കോമ്പോസിഷൻ എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, മരുന്നിന്റെ പാക്കിങ്ങിലും നമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻസിലും നമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കണം. ലേബലിംഗിൽ ഉൾക്കൊള്ളിക്കാറില്ലേ നമ്മ? ലേബൽ എന്ന് പറയുമ്പോ ആ ഒരു സ്ട്രിപ്പും അല്ലെങ്കിൽ ആ ഒരു ബോട്ടിലും നമ്മൾ കാണാറില്ലേ, അത് ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഓക്കെ ആയോ? ഡ്രഗ് ലൈസൻസ് ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് അല്ലെ. നമ്മ പറഞ്ഞു എന്താണ് മാൻഡേറ്ററി ആയിട്ടുള്ള രണ്ട് അംഗീകാരങ്ങൾ പറഞ്ഞു അല്ലെ. ഫസ്റ്റ് ഡ്രഗ് ലൈസൻസ്, രണ്ടാമത് പറയുന്നത് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് GMP. ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, GMP ക്വസ്റ്റ്യൻ വരുന്നതാണ്, ഡ്രഗ് ലൈസൻസിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. DL സ്റ്റാൻഡ്സ് ഫോർ, പിന്നെന്താണ് ഡ്രഗ് മാനുഫാക്ചറിങ്. ഈ ഒരു സെന്റൻസിലെ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് അടയാളപ്പെടുത്താം. പിന്നെ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് GMP സ്റ്റാൻഡ്സ് ഫോർ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് പറയുന്ന ഫസ്റ്റ് സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇറ്റ് ഈസ് എ സിസ്റ്റം, എന്താണ് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് എന്താണെന്ന്? ഇറ്റ് ഈസ് എ സിസ്റ്റം for ensuring that products are consistently produced and controlled according to the
അക്കോർഡിംഗ് ടു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. എന്താണ് പറയുന്നത്? ഗുണനിലവാര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് അല്ലെ, ക്വാളിറ്റി സ്റ്റാൻഡേർഡുകൾക്ക് അനുസൃതമായിട്ട് ഈ ഒരു പ്രോഡക്റ്റ്, ഈ ഒരു ഡ്രഗ് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ് അവര് കോൺസിസ്റ്റന്റ്ലി പ്രൊഡ്യൂസ്ഡ് അല്ലെ, അവര് സ്ഥിരമായി ഉൽപ്പാദിക്കപ്പെടുകയും പിന്നെന്താണ് നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സംവിധാനത്തെയാണ് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ക്വാളിറ്റി സ്റ്റാൻഡേർഡുകൾക്ക് അനുസൃതമായിട്ട് അല്ലെ, ഗുണനിലവാര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് അവരെന്താണ് സ്ഥിരമായി ആ ഒരു പ്രോഡക്റ്റ്, ഇപ്പൊ പാരസെറ്റാമോൾ ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കഫ് സിറപ്പ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസുലിൻ ആണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ, വേറെ എന്തെങ്കിലും ഡ്രഗ്സ് ആണെങ്കിൽ അവർ ആ ഒരു ഡ്രഗ്സ് സ്ഥിരമായി പ്രൊഡ്യൂസ് ചെയ്യുകയും അതിന്റെ എന്താണ് ക്വാളിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സിസ്റ്റം, അതായത് ഒരു സംവിധാനത്തെയാണ് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? വായിച്ചു നോക്കിയേ. ഗുഡ് മാനുഫാക്ചറിങ് GMP സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്. GMP സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രോഡക്റ്റ് എന്താണ്? ക്വാളിറ്റി ഉള്ളതാണ് അല്ലെ, ഗുണനിലവാരമുള്ളതാണ്. പിന്നെ എന്താണ്? അത് നമ്മൾ സ്ഥിരമായി ഉൽപ്പാദിക്കപ്പെടുന്നതാണ് എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്, സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു എംബ്ലോം സർട്ടിഫൈഡ് ആയിരിക്കും. അപ്പൊ എന്താണ്? നമുക്ക് അക്രഡിറ്റേഷൻ നമ്മൾ പഠിച്ചു അല്ലെ, ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ ഓർമ്മയുണ്ടോ? അക്രഡിറ്റേഷൻ പഠിച്ചു അല്ലെ. അതെന്താണ്? നമ്മൾ കൊടുക്കുന്ന സർവീസുകള് ക്വാളിറ്റി ഉള്ളതാണ് അല്ലെ, ഗുണനിലവാരമുള്ളതാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു അംഗീകാരമല്ലേ, അക്രഡിറ്റേഷൻ. നാബിന്റെ അല്ലെങ്കിൽ QCIന്റെ അല്ലെങ്കിൽ JCIന്റെ ഒക്കെ അംഗീകാരം അല്ലെ. അതേപോലെ എന്താണ്? ഈ ഒരു മാനുഫാക്ചറിങ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങള് എന്താണ്? ക്വാളിറ്റി ഉള്ളതാണ് അല്ലെ, ഗുണനിലവാര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടാണ്, അല്ലെങ്കിൽ അവര് മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടുള്ളതാണെന്നും അവർ സ്ഥിരമായി ആ ഒരു ഉൽപ്പന്നം, ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു സിസ്റ്റത്തെയാണ് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? എല്ലാവർക്കും ഓക്കെ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ടു മിനിമൈസ്. അപ്പൊ ഈ നമുക്കറിയാം ആ ഒരു ക്വാളിറ്റി ഉള്ളതാണ് എന്ന് ഉറപ്പുവരുത്തുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമുക്കറിയാം മരുന്നുകൾ നമ്മ ഉള്ളിലേക്ക് കഴിക്കുന്നതാണ് അല്ലെ, ഓറലി അല്ലേ, കൂടുതലും ഓറലി ഇഞ്ചക്ഷൻ അല്ലെ, അകത്തേക്ക് കൊടുക്കുന്നതാണ് അല്ലെ. അപ്പൊ നമ്മ അത് ബോഡിയുടെ ഉള്ളിലേക്ക്, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരില്ലേ, ഹെൽത്ത് ഇഷ്യൂസ് വരില്ലേ? അത് ശരിയായ രീതിയിലുള്ളതല്ല എങ്കിലാ വരുമോ? സൈഡ് എഫക്റ്റുകൾ വരും അല്ലെ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരുമല്ലോ, ഹെൽത്ത് പ്രോബ്ലംസ് വരില്ലേ. അപ്പൊ ഇതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ? അത് ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന ആ ഒരു റിസ്ക് കുറയ്ക്കാനല്ലേ, ആ ഒരു അപകട സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ? നോക്കിയേ, it is created to minimize the potential danger involved in any pharmaceutical production that cannot be eliminated through testing the final product. എന്താണ്? നമ്മ ആ ഒരു ഫൈനൽ പ്രോഡക്റ്റ്, നമ്മൾ ലാസ്റ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ ഒരു ഫൈനൽ പ്രോഡക്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇതുമായി ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുമായി ഉണ്ടാകുന്ന എന്താണ് ആ ഒരു പൊട്ടൻഷ്യൽ ഡേഞ്ചർ നമുക്ക് കുറയ്ക്കാനായി അല്ലെ, മിനിമൈസ് ചെയ്യാനായി സാധിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ്. നമ്മ ആ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ, നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതൊരു ബാഡ് റിസൾട്ട് ആണ് തരുന്നതെങ്കിൽ നമ്മൾ അത് വിപണിയിൽ വിൽക്കോ, സെയിൽ ചെയ്യോ? ഇല്ല അല്ലെ.
അപ്പൊ ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ടെസ്റ്റ് നടത്തി ഉറപ്പാക്കിയതിന് ശേഷം ആ ഒരു ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റിന്റെ എന്താണ് റിസ്ക് അല്ലെ, അപകട സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ് GMP. ഓക്കെ ആണോ? ഇപ്പൊ നമ്മ പറഞ്ഞു ഒരു പ്രോഡക്റ്റ് നമ്മ ഫാർമസിയിൽ വാങ്ങിച്ചു കഴിഞ്ഞാല് അത് ക്വാളിറ്റി ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട് അല്ലെ, ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട് അല്ലേ? അത് ടെസ്റ്റ് നടത്തി അതിന്റെ സ്റ്റാൻഡേർഡില് അതിന്റെ ക്വാളിറ്റിയില് എന്തെങ്കിലും പോരായ്മ തോന്നുകയാണെങ്കിൽ അവരത് വിപണനം നടത്തുമോ, സെയിൽ ചെയ്യോ, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യോ? ഇല്ല അല്ലെ? അതേപോലെ ഇവരെന്താണ് ആ മാനുഫാക്ചർ ചെയ്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ ഒരു പ്രൊഡക്റ്റ് ഇല്ലേ, ഒരു പ്രൊഡക്റ്റ് ആ ഒരു പ്രൊഡക്റ്റ് അവരെന്ത് ചെയ്യും, ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് അവര് ടെസ്റ്റിന് വിധേയമാക്കിയിട്ട് ആ ഒരു പ്രൊഡക്റ്റിന്റെ എന്താണ് അപകട സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ് GMP. ഓക്കെ ആണോ? ആരും ഓക്കെ ആണോ? എല്ലാവരും മനസ്സിലായോ അത്? ഓക്കെ. നെക്സ്റ്റ് അതോറിറ്റി ഓഫ് ഇഷ്യൂ. നമുക്ക് ഡ്രഗ് ലൈസൻസ് തരുന്ന ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റി ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ ആണ്. അതേപോലെ ഇത് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. GMP ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ ആണ്. ഇത് രണ്ടും ഇഷ്യൂ ചെയ്യുന്നത് ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. അപ്പൊ അത് ക്വസ്റ്റ്യൻ വരുന്നതാണ്, അടയാളപ്പെടുത്താം. നമ്മുടെ ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓർഗനൈസേഷന്റെ ഹെഡ് ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ മരുന്നുകള് ഡ്രഗ്സുകള് ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യില്ലേ, ഗുണനിലവാരം വിലയിരുത്തുക, അത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്, സ്റ്റാൻഡേർഡ് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യയുടെ ഹെഡ് ആണ്. സോറി മാറിപ്പോയി. ഇന്ത്യൻ ഗവൺമെന്റ് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ, അതായത് നമ്മുടെ ഡ്രഗ്സുകൾ ഗുണനിലവാരമുള്ളതാണോ, സ്റ്റാൻഡേർഡ് ഉള്ളതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടൻഷ്യൽ റിസ്കുകൾ ഉള്ളതാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷന്റെ ഹെഡ് ആണ് അല്ലെ, തലവൻ. നമുക്ക് എന്തിനും ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുമല്ലോ അല്ലേ? അതേപോലെ ഈ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓർഗനൈസേഷന്റെ സെൻട്രൽ സ്റ്റാൻഡേർഡ് കൗൺസിൽ കൺട്രോൾ ഓർഗനൈസേഷന്റെ ഹെഡ് ആണ് ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ. ഇന്ത്യ ഗവൺമെന്റിന്റെ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ ഹെഡ് ആണ് ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ. ഈ ഒരു ഹെഡ് ആണ് നമ്മുടെ എന്താണ് ഡ്രഗ് ലൈസൻസും ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് ലൈസൻസും പ്രൊവൈഡ് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. ഇത് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയേ, മിസ് ഒന്ന് എടുത്ത ഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ പെട്ടെന്ന്. എല്ലാവർക്കും എങ്ങനെയാണ്, ബുക്കാണോ PDF ആണോ, എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഓഫീസിൽ നിന്ന്? PDF ആണ്. ഓക്കെ, പ്രിന്റ് എടുത്തിട്ടുണ്ടോ എല്ലാവരും? അറിയില്ല, പ്രിന്റ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അല്ലെ? ഓക്കെ, ടെക്സ്റ്റ് വരും. ബുക്ക് ഉണ്ട്. ഓക്കെ, കിട്ടി. ഓക്കെ, അപ്പൊ കിട്ടാത്തവര് നോട്ടിലൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി എഴുതിയൊക്കെ വെക്കാം കേട്ടോ. എന്തെങ്കിലും ആവശ്യം മിസ് പറയുമ്പോൾ ടീച്ചേഴ്സ് നോട്ടൊക്കെ വേണമെങ്കിൽ എല്ലാവരും ഒന്ന് എഴുതി വെക്കാം. റെഫറൻസിന് വേണ്ടി വേണമെങ്കിൽ ഓരോ ചാപ്റ്റർ എഴുതി വെക്കാം കേട്ടോ. ഓരോ ചാപ്റ്റർ വൈസ് പേര് എഴുതിയിട്ട് അതിന്റെ ഇടയിൽ, അല്ലെങ്കിൽ ഒന്നിച്ചൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻസ് വരും അല്ലേ? അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഓരോ ചാപ്റ്ററിന്റെ പേര് എഴുതിയിട്ട് അതിന്റെ അടിയിലൊക്കെ ആയിട്ട് എഴുതി വെക്കാം കേട്ടോ.
ലാസ്റ്റ് പറഞ്ഞതൊന്നുകൂടി പറയണം. ലാസ്റ്റ് പറഞ്ഞത് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ ഹെഡ് ആണ് എന്താ ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ. ഇന്ത്യ ഗവൺമെന്റിന്റെ സെൻട്രൽ, അതായത് നമ്മുടെ എന്താണ് ഡ്രഗ്സുകളുടെ സ്റ്റാൻഡേർഡ് വിലയിരുത്താനും കൺട്രോൾ ചെയ്യാനും അതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനും അതിനെന്തെങ്കിലും പൊട്ടൻഷ്യൽ റിസ്കുകൾ ഉണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ് ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം മിസ് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഈ ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യയാണ് ഡ്രഗ് ലൈസൻസും ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസും ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ ആണോ? വായിച്ചു നോക്കിയോ ബാക്കിയെന്താ? നമുക്ക് ഡ്രഗ് ലൈസൻസ് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഡ്രഗ് ലൈസൻസ് തന്നെ 3 തരത്തിലുള്ള ഡ്രഗ് ലൈസൻസ് ആണ് പ്രൊവൈഡ് നൽകുന്നത്. റീറ്റെയിൽ ഡ്രഗ് ഉണ്ട്, ഹോൾസെയിൽ ഡ്രഗ് ഉണ്ട്, ഡ്രഗ് മാനുഫാക്ചറിംഗ് ഡ്രഗ് ലൈസൻസും ഉണ്ട്. ഡ്രഗ് മാനുഫാക്ചറിംഗ് ലൈസൻസ്, റീറ്റെയിൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ മെഡിക്കൽ ഷോപ്പുകളൊക്കെ ഇല്ലേ, മെഡിക്കൽ ഷോപ്പുകൾ, ഫാർമസി അല്ലേ, അപ്പൊ അങ്ങനെയുള്ളവരൊക്കെയാണ് റീറ്റെയിൽ ഡ്രഗ്സ്. ഹോൾസെയിൽ എന്ന് പറഞ്ഞാല് നമ്മ ഫാർമസിയിലേക്ക് അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകളിലേക്കൊക്കെ മരുന്നുകൾ കൊണ്ട് കൊടുക്കുന്നില്ലേ, ഹോൾസെയിൽ രീതിയില്ല മാനുഫാക്ചർ ചെയ്യുന്നവരൊക്കെ. കമ്പനീസ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഉണ്ടാവും അല്ലെ, അപ്പൊ അവരൊക്കെയാണ് ഹോൾസെയിൽ ഡ്രഗ് ലൈസൻസ് പിന്നെ മാനുഫാക്ചറിംഗ് ലൈസൻസ് ഒക്കെ ആവശ്യമായിട്ട് വരുന്നത്. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം മിസ് പറഞ്ഞാണ് കേട്ടോ. ഓക്കെ ആണോ? ഇന്ന് എടുത്ത ഭാഗം, മിസ് എടുത്ത ഭാഗം ഓക്കെ ആണോ? മനസ്സിലാകുന്നുണ്ടോ എല്ലാവർക്കും? ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ. മിസ് എടുക്കുന്നത് ഓക്കെ ആണോ എല്ലാവർക്കും?